ഏതൊരു ശിവക്ഷേത്രത്തിൽ പോയാലും നമ്മൾ ആദ്യം കാണുന്നത് നന്ദിയെയാണ്. ശിവലിംഗത്തിന് അഭിമുഖമായി കണ്ണെടുക്കാതെ തന്റെ നാഥനെ നോക്കി നിൽക്കുന്ന നന്ദി. വെറുമൊരു കാളയല്ല നന്ദി, മറിച്ച് ശിവന്റെ ഏറ്റവും വലിയ ഭക്തനും കൈലാസത്തിന്റെ കാവൽക്കാരനുമാണ്. എന്തുകൊണ്ടാണ് ശിവക്ഷേത്രങ്ങളിൽ നന്ദിയുടെ ചെവിയിൽ ഭക്തർ രഹസ്യങ്ങൾ പറയുന്നത്? നന്ദി എങ്ങനെയാണ് ശിവന്റെ വാഹനമായി മാറിയത്? ആ കഥയിതാ. വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പായി ഈ വീഡിയോ എവിടെ നിന്നാണ്, ഏത് സമയത്ത് കാണുന്നു എന്ന് കമന്റ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ശിലാദ മഹർഷിക്ക് പുത്രനായിട്ടാണ് നന്ദി ജനിച്ചത്. കഠിനമായ തപസ്സിലൂടെ ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയ മഹർഷിക്ക് ശിവന്റെ തന്നെ അംശമുള്ള ഒരു മകനെ ലഭിച്ചു. നന്ദി വളർന്നപ്പോൾ തന്റെ ആയുസ്സു കുറവാണെന്നറിഞ്ഞ് അദ്ദേഹം ശിവനെ ധ്യാനിച്ചു. നന്ദിയുടെ ഭക്തിയിൽ പ്രീതനായ പരമശിവൻ നന്ദിയെ തന്റെ വാഹനമായും കൈലാസത്തിലെ ഗണങ്ങളുടെ തലവനായും സ്വീകരിച്ചു. പാഴാഴി മഥന സമയത്ത് ലോകത്തെ നശിപ്പിക്കാൻ വന്ന കാളകൂട വിഷം ശിവൻ പാനം ചെയ്തു. ആ സമയത്ത് ശിവന്റെ കയ്യിൽ നിന്നും വീണ വിഷത്തുള്ളികൾ നന്ദി നക്കി തുടച്ചു. നന്ദിയുടെ ഈ അചഞ്ചലമായ ഭക്തി കണ്ടാണ് ശിവൻ പറഞ്ഞത്, ഇനി മുതൽ എന്റെ മുന്നിൽ നീയുണ്ടാകും. നിന്നോട് പറയുന്നത് എന്നോട് പറയുന്നതിന് തുല്യമായിരിക്കും. ശിവൻ എപ്പോഴും ധ്യാനത്തിലായിരിക്കും. ഭക്തരുടെ ആഗ്രഹങ്ങൾ നേരിട്ട് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ധ്യാനം തടസ്സപ്പെടുത്താൻ ആരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നന്ദിയുടെ ചെവിയിൽ കാര്യങ്ങൾ പറയുന്നു. നന്ദി അത് കൃത്യമായ സമയത്ത് ശിവന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് വിശ്വാസം. ക്ഷമയുടെയും കാത്തിരിപ്പിന്റെയും പ്രതീകം കൂടിയാണ് നന്ദി. ഈശ്വരനിലേക്കെത്താൻ ഭക്തിയും ക്ഷമയും വേണമെന്ന് നന്ദിയുടെ രൂപം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ശിവനെ ഇഷ്ടമാണെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യൂ. ഇത് ഹ്യൂമൻ ബീയിങ്.